BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. മദ്യത്തിന് നികുതി ഇളവ് നൽകിയതിൽ അനുകൂല നിലപാടുകളാണ് UDF-ൽ മന്ത്രിമാർ എടുത്തു തുടങ്ങിയിരിക്കുന്നത്. മന്ത്രി കെ മുരളീധരനും ഇതിന് അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള സർക്കാർ തീരുമാനത്തെ ന്യായീകരിച്ചാണ് മുരളീധരൻ രംഗത്തെത്തിയിരിക്കുന്നത്. വീര്യം കുറഞ്ഞതിനല്ലേ നികുതി കുറച്ചതെന്നും വീര്യം കൂടിയതിന് കുറച്ചില്ലല്ലോ എന്നാണ് മുരളീധരൻ ഉന്നയിക്കുന്ന പ്രധാന ചോദ്യം. കൂടാതെ സമ്പൂർണ്ണ മദ്യനിരോധനത്തിലേക്ക് എത്താനുള്ള ഘട്ടം കേരളത്തിൽ എത്തിയിട്ടില്ല. സർക്കാരിന്റെ ഉദ്ദേശം സതുദ്ദേശപരമാണെന്നാണ് മുരളീധരൻ വിശദീകരിക്കുന്നത്. പ്രതിപക്ഷം ദുരുദ്ദേശത്തിൽ കാണുന്നത് ദൗർഭാഗ്യകരമാണെന്നും സ്പിരിറ്റ് കലക്കി കൊടുക്കുന്ന സിസ്റ്റം ഇല്ലെന്നുമാണ് മന്ത്രിയുടെ വാദം. ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന രീതിയിലല്ല ഇതെന്നുമാണ് മന്ത്രി വിശദീകരിക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകുന്ന ബഡ്ജറ്റ് നിർദ്ദേശത്തെ ചൊല്ലി കോൺഗ്രസിലും മുന്നണിയിലും അടക്കം പ്രതിഷേധം ശക്തമായിരുന്നു കുറച്ചു ദിവസം മുൻപ് വരെ. എന്നാൽ ഇതിൽ മുഖ്യമന്ത്രിയുടെ അനുനയ നീക്കങ്ങൾ ഫലം കണ്ടു തുടങ്ങി എന്നതാണ് മന്ത്രിമാരുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ബഡ്ജറ്റ് നിർദ്ദേശത്തെ ചൊല്ലി വിയോജിപ്പ് അറിയിച്ച പലരും ഈ തീരുമാനങ്ങളെ തുറന്ന് അംഗീകരിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം മുതൽ കാണാൻ സാധിക്കുന്നത്. മുസ്ലിം ലീഗ് അടക്കമുള്ള വിമർശകർ മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിൽ അനുകൂല നിലപാട് സ്വീകരിച്ചതായാണ് വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയും VD സതീശന് പൂർണ്ണ പിന്തുണ നൽകുന്ന രീതിയിലായിരുന്നു പ്രതികരിച്ചത്. വരും ദിവസങ്ങളിൽ K മുരളീധരന് പുറമെ കൂടുതൽ പേർ ഇതിനെ പിന്തുണ നൽകുന്നതുമായിരിക്കും. അതേസമയം ശബരിമല സ്വർണ്ണമോഷണ കേസിൽ SITയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും മുരളീധരൻ വ്യക്തമാക്കുന്നുണ്ട്. സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ആക്ഷേപിക്കുന്ന ചിലരോട് അയോധ്യയുടേത് എന്താണ് സ്ഥിതി എന്നാണ് ചോദിക്കാനുള്ളത്. ഇതുപോലെ ഭക്തജനങ്ങൾ അയോധ്യയിലും ഉണ്ടല്ലോ, എന്തുകൊണ്ട് അയോധ്യയിലെ സ്വർണം കട്ടു എന്നത് കൂടി പറയണമെന്നും മുരളീധരൻ വ്യക്തമാക്കി. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.